അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പുട്ട് നമ്മൾ പലതരത്തിൽ കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പെഷ്യൽ പുട്ടാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. കാരറ്റ് ബനാന പുട്ട്. സാധാരണ പുട്ട് കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾ പോലും ഇത് ചോദിച്ചു വാങ്ങി കഴിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് എളുപ്പത്തിൽ പുട്ടുണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതിനായി ഈ കപ്പിന് 1 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഈ കപ്പിന് 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ശേഷം ഒരു സ്പൂണ് വെച്ച് നനച്ച പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് 10 മിനിറ്റോളം അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം അടപ്പ് തുറന്ന് ഒന്നുകൂടി ഇളക്കാവുന്നതാണ്. ശേഷം ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വെള്ളത്തിൽ അലിയിച്ച് ചേർക്കുന്നതാണ് നല്ലത്. എന്നിട്ട് കൈവച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാവുന്നതാണ്. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ പുട്ടിന് ടേസ്റ്റ് കൂടും. ഇനി പുട്ടുപൊടിയിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈവച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ പുട്ടിന് ചെറിയൊരു ഓറഞ്ച് കളർ കിട്ടുകയും പുട്ട് നല്ല ഹെൽത്തി ആവുകയും ചെയ്യും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 നേന്ത്രപ്പഴമാണ്. ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3/4 കപ്പ് തേങ്ങ ചിരകിയതിലേക്ക് ഈ പഴം ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഒരു പുട്ടുകുറ്റി എടുക്കാം. ഇതിലേക്ക് ആദ്യം പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മിക്സാണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പുട്ടുപൊടി ചേർക്കാം. വീണ്ടും ഇങ്ങനെ തുടരുക. അവസാനമായി ഏറ്റവും മുകളിൽ പഴത്തിൻ്റെയും തേങ്ങയുടെയും മിക്സ് ചേർക്കാം. അതിനുശേഷം കുറ്റി അടച്ചു വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പുട്ടുകുടത്തിൽ വെള്ളം തിളച്ചു വരുമ്പോൾ ഈ കുറ്റി അതിന് മുകളിലേക്ക് വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇതാ നോക്കൂ, നല്ല ആവി പറക്കുന്ന കളർഫുള്ളായ കാരറ്റ് ബനാന പുട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരു കറിയുടെയും ആവശ്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ ഒരു പപ്പടം ആവാം. വേണമെങ്കിൽ കുട്ടികൾക്കും ലഞ്ച് ബോക്സിൽ ഇത് കൊടുത്തു ഇടാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.